ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് സമയോചിതമായ ഇടപെടലുകൾ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിവരില്ല. അയൽരാജ്യങ്ങളോട് ഇന്ത്യ വെച്ചു പുലർത്തുന്ന രീതി ഏറെ അഭിനന്ദനാർഹമാണ്. അയൽരാജ്യങ്ങളെ ചേർത്തുപിടിക്കാൻ ഇന്ത്യ വിപുലമായ നീക്കങ്ങളാണ് നടത്തിവരുന്നത്. മാലദ്വീപിലേക്ക് അവശ്യ വസ്തുക്കളുടെ കയറ്റുമതിക്കായി 2 അധിക തുറമുഖങ്ങൾ ഇന്ത്യ പ്രഖ്യാപിച്ചു എന്ന വാർത്ത വലിയ പ്രാധാന്യമാണ് നേടുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തേക്ക് ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് അവശ്യ വസ്തുക്കളുടെ കയറ്റുമതിക്കായി പ്രഖ്യാപിച്ച തുറമുഖങ്ങൾ ഏതൊക്കെയാണ് എന്നതും നമുക്ക് പരിശോധിക്കാം. പ്രഖ്യാപിച്ച 2 പുതിയ തുറമുഖങ്ങൾ ഇവയാണ്: കാൺല കടൽ തുറമുഖം, വിശാഖപട്ടണം തുറമുഖം. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് അവശ്യ വസ്തുക്കളുടെ കയറ്റുമതിക്കായി 2 അധിക തുറമുഖങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ എക്സിലെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. അവശ്യ സാധനങ്ങളുടെ കയറ്റുമതിക്ക് അനുവദനീയമായ തുറമുഖങ്ങളുടെ പട്ടികയിൽ കാൺല, വിശാഖപട്ടണം കടൽ തുറമുഖങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ ഉപയോഗിച്ചിരുന്ന 4 തുറമുഖങ്ങൾക്ക് പുറമെയാണിത്. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനും ദ്വീപ് രാഷ്ട്രത്തിന് അവശ്യ വസ്തുക്കളുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കാനും ഈ നീക്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാൺലയെയും വിശാഖപട്ടണത്തെയും അനുവദനീയമായ തുറമുഖങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ലോജിസ്റ്റിക് കാര്യക്ഷമത മെച്ചപ്പെടുത്താനും കയറ്റുമതിക്കാരുടെ ഗതാഗത ചെലവ് കുറയ്ക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. അതേപോലെ തന്നെ മാലദ്വീപിന് ഇന്ത്യയുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നതിലേക്ക് വരികയാണ് എങ്കിൽ അരി, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ, ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾ ഇന്ത്യ മാലദ്വീപിന് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ വർഷവും മാലദ്വീപ് വിദ്യാർത്ഥികൾ ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തുന്നുണ്ട്. 2022-ൽ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള 50 കോടി രൂപയുടെ മൊത്തം വ്യാപാരത്തിൽ 49 കോടി രൂപ മാലദ്വീപിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയായിരുന്നു. 2022-ൽ മാലദ്വീപിന്റെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി ഇന്ത്യ ഉയർന്നു. ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾക്കപ്പുറം ചില പ്രധാനപ്പെട്ട വെല്ലുവിളികളുമുണ്ട്. അവയിലേക്ക് വരികയാണ് എങ്കിൽ മാലദ്വീപിലെ ആഭ്യന്തര പ്രക്ഷുബ്ധതയെ പറ്റി ആദ്യം പറയേണ്ടതുണ്ട്. സർക്കാരിലെ മാറ്റങ്ങൾ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ദീർഘകാല സഹകരണ പദ്ധതികളെ വളരെയധികം സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചൈനീസ് സ്വാധീനം അത് എടുത്തു പറയേണ്ട ഒന്നാണ്. മാലദ്വീപിൽ ചൈനയുടെ വളരുന്ന സാമ്പത്തിക സാന്നിധ്യം, അടിസ്ഥാന സൗകര്യ പദ്ധതികളിലെ നിക്ഷേപങ്ങളും കടക്കണി നയതന്ത്രവും തെളിയിക്കുന്നത് മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ താൽപര്യങ്ങൾക്ക് വെല്ലുവിളിയായി കണക്കാക്കാം. അതേപോലെ തന്നെ കടൽക്കൊള്ള, തീവ്രവാദം, മയക്കുമരുന്ന് കടത്ത് എന്നിവ ആശങ്കാജനകമായ കാര്യമാണ്. മതതീവ്രവാദത്തിനും സമൂലവൽക്കരണത്തിനുമുള്ള മാലദ്വീപിന്റെ ദുർബലത ഒരു സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ ചെറുക്കുന്നതിന് കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനും സമുദ്രനിരപ്പ് ഉയർന്നതിനും ഇരു രാജ്യങ്ങളും വളരെ അപകട സാധ്യതയുള്ളവരാണ്. പൊരുത്തപ്പെടുത്തലിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടിയുള്ള ഏകോപിത ശ്രമങ്ങൾ അത്യാവശ്യമാണ്. വെല്ലുവിളികളെ അതിജീവിക്കുക എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. തുറന്നതും സുതാര്യവുമായ ആശയവിനിമയം ഉണ്ടാകണം. എല്ലാ തലങ്ങളിലുമുള്ള പതിവ് സംഭാഷണത്തിന് ആശങ്കകൾ പരിഹരിക്കാനും വിശ്വാസം വളർത്തിയെടുക്കാനും കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം. അതേപോലെ പൊതു താൽപര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. സമുദ്ര സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, സാമ്പത്തിക വികസനം തുടങ്ങിയ മേഖലകൾക്ക് മുൻഗണന നൽകുന്നത് പങ്കാളിത്തത്തിന്റെ അടിത്തറ ഉറപ്പിക്കും. പരമാധികാരത്തോടും ഇടപെടാതിരിക്കാനുമുള്ള ഒരു ബഹുമാനം നമ്മൾ പുലർത്തേണ്ടതുണ്ട്. ഇരു രാജ്യങ്ങളും പരസ്പരം ആഭ്യന്തര കാര്യങ്ങളെ ബഹുമാനിക്കുകയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുകയും വേണം. അതേപോലെ ആളുകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. സാംസ്കാരിക വിനിമയ പരിപാടികൾക്കും വിദ്യാഭ്യാസ സഹകരണങ്ങൾക്കും ആഴത്തിലുള്ള ധാരണയും സഹാനുഭൂതിയും വളർത്തിയെടുക്കാൻ കഴിയും. എന്തായാലും മാലദ്വീപ് ഇന്ത്യയിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. മാലദ്വീപിലേക്കുള്ള ചൈനയുടെ സ്വാധീനം കുറച്ചുകൊണ്ട് ഇന്ത്യ മാലദ്വീപ് ബന്ധം വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ നിലപാട് എപ്പോഴും ന്യായത്തിൻ്റെതാണ്. ഇന്ത്യയുടെ നിലപാട് സമാധാനത്തിൻ്റെതാണ്. മാലദ്വീപ് എത്രത്തോളം മെച്ചപ്പെടുന്നുവോ, എത്രത്തോളം ചതിക്കുഴികളിൽ നിന്നും കരകയറി വരുന്നുവോ, അത്രത്തോളം ഇന്ത്യ മാലദ്വീപ് ബന്ധം സുദൃഢമായി തന്നെ മുന്നേറും.